അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. ആന്റണി റൂത്ത ദമ്പതികളുടെ മകൾ ഡെൽന മരിയ സാറയാണ് മരിച്ചത്. 9 മണിയോടെയായിരുന്നു സംഭവം. കരച്ചിൽ കേട്ട് ഓടിയെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നുവെന്നും എന്തോ കടിച്ചതാണെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞതെന്നും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച അയൽവാസി PK മണി പറഞ്ഞു. മണിയുടെ വാക്കുകൾ കേട്ട ശേഷം വാർത്തയുടെ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരും. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്? എന്താണ് കുഞ്ഞിന് സംഭവിച്ചത്? നീലിമ, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ അങ്കമാലി കറുകുറ്റിയിലെ ഈ വീട്ടിൽ നിന്ന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തുന്നത്. രക്തത്തിൽ കുളിച്ച നിലയിലാണ്. 9 മണിക്ക് കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ അവിടെ ഓടിയെത്തുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള മണി എന്നയാളാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മണി പറയുന്നത് അനുസരിച്ച് പൂർണ്ണമായും രക്തത്തിൽ കുളിച്ച നിലയിലാണ്. എവിടെയാണ് മുറിവേറ്റത് എന്ന് പോലും വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല. അത്രയും തലയുടെ പിൻഭാഗത്തെല്ലാം രക്തത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത്, അവർ ആ സമയം പറഞ്ഞത് കുഞ്ഞിനെ എന്തോ കടിച്ചു എന്നാണ് തോന്നുന്നത്. അത്ര മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെ പ്രാഥമിക ചികിത്സകൾ നൽകുന്നതിനിടയിൽ തന്നെ 9:30 കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിച്ചു. അതിന് കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർക്കായിരിക്കും കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയുക. മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നു കുഞ്ഞിൻ്റെ അമ്മൂമ്മ എന്നാണ് അയൽവാസികളടക്കം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ഈ മരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അവരിപ്പോൾ മൂക്കന്നൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. അത് സോഡിയത്തിൽ വ്യത്യാസം വന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാനസിക പ്രശ്നങ്ങൾ നിരന്തരമായി അലട്ടിയിരുന്നു എന്ന കാര്യവും പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും എല്ലാമാണ്. മൂത്ത കുട്ടിയുടെ പള്ളിയിലെ ചില ചടങ്ങുകൾ ഇന്ന് നടക്കാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അമ്മ അടുക്കളയിലേക്ക് പോയ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്ക് കഞ്ഞി എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് പോയത് എന്നാണ് അമ്മ പറഞ്ഞത്. ആ ഒരു സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞ് പൂർണ്ണമായും രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ ബഹളം വെച്ചു, കരഞ്ഞു. ആളുകൾ എല്ലാം തന്നെ ഇവിടെ ഓടി വന്നു. അയൽവാസികളായ ആളുകൾ വന്നു. അവരുടൻ തന്നെ അവരുടെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. മരണകാരണം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ അല്പസമയത്തിനകം പരിശോധനയ്ക്ക് എത്തും. അതിനുശേഷം കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ഈ അമ്മൂമ്മയെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അമ്മൂമ്മ ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ആശുപത്രിയിൽ തുടരുന്നത്. മറ്റാരും ആ ഒരു സമയത്ത് പുറത്തു നിന്നുള്ള ആരും വീട്ടിലോ വീട്ടിൻ്റെ പരിസരത്തോ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു വിവരം. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ദുരൂഹത നിലനിൽക്കുകയാണ്. അങ്കമാലിയിൽ 6 മാസം പ്രായമായ കുഞ്ഞിനെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആരാണ് ഈ കൊടും ക്രൂരത ആ കുഞ്ഞിനോട് ചെയ്തത് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്.